ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, എന്നെ കേൾക്കുന്നതായ പ്രിയ സ്നേഹിതരെ, യേശുക്രിസ്തുവിൻ്റെ ധന്യമാർന്ന നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ നിങ്ങൾക്ക് അറിയിച്ചു കൊള്ളുന്നു. ഇന്ന് നാം ചിന്തിക്കുവാൻ തക്കവണ്ണം ഈ സമയം എടുത്തിരിക്കുന്നതായ ആ ചിന്താ വിഷയം തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ തീരുമാനം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്ത് നിങ്ങളുടെ സ്വർഗീയ പിതാവെന്ന ദൈവമേ, അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ സുരക്ഷിതരായിരിക്കുന്നത് കൊണ്ട് അടികൾ നന്ദിയോട് സ്തുതിക്കുന്നു. അവിടുത്തെ സംരക്ഷണയ്ക്കും കരുണയ്ക്കും കാവലിനുമായിട്ട് ഞങ്ങളിത് സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് അവിടുത്തെ തിരുവചനങ്ങൾ സത്യങ്ങളെ മനസ്സിലാക്കുവാൻ തക്കോണം ഒരവസരം നൽകിയതുകൊണ്ട് ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കർത്താവ് അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം. അനുഗ്രഹപൂർണ്ണമായിട്ടുള്ള ഒരു ദൂത് ഞങ്ങൾക്ക് ശ്രവിപ്പാൻ തക്കോണം ഞങ്ങൾ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയുടെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാ ദൈവമേ, ആമേൻ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഇപ്പോൾ കാനാനിലേക്ക് യാത്ര തിരിച്ചതായ ഇസ്രായേൽ ജനം കനാനിൽ എത്തിച്ചേരുകയും കനാനിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് യാത്ര തുടർന്നതായ ജനം ഇപ്പോൾ എത്തിച്ചേരേണ്ടതായ സ്ഥലത്ത് എത്തിച്ചേർന്ന് അവരുടെ പ്രയാണം പൂർണ്ണമാകിയിരിക്കുന്നതായ ഒരവസ്ഥയിലാണ്. ഇസ്രായേൽ പാളയം അടിച്ചിരിക്കുന്നതായ ആ സ്ഥലത്ത്, പാർക്കുന്നതായ സ്ഥലത്ത് സന്തോഷവും ആനന്ദവും എല്ലാം കൊണ്ട് നിറഞ്ഞ് ദൈവത്തിൻ്റെ ജനം അത് സന്തോഷപൂർണ്ണരായിട്ട് ജീവിക്കുമ്പോൾ, ഈ ഇസ്രായേൽ ജനം കഴിഞ്ഞ നാളുകളിൽ മിസ്രൈമിൽ നിന്ന് കടന്നു പോരുവാൻ യാത്ര ചെയ്ത് കനാനിൽ എത്തിച്ചേരുവാൻ തക്കോണം മുഖാന്തിരമായി തീർന്നതായ സാഹചര്യങ്ങളെ, സന്ദർഭങ്ങളെ, ദൈവം അവർക്ക് ചെയ്തതായ നന്മകളെ വീണ്ടും ഒന്ന് ഓർമ്മപ്പെടുത്തുവാനും അത് അവരുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുവാൻ തക്കോണം യോശുവയിലൂടെ ദൈവം അറിയിക്കുകയും അത് യോശുവ ചെയ്യുകയും ചെയ്യുന്നതായിട്ട് കാണുവാൻ തക്കോണം സാധിക്കും. കാരണം എന്തെന്നാൽ, അന്ന് കനാനിൽ നിന്ന് മിസ്രൈമിൽ നിന്ന് യാത്ര തിരിച്ചതായ 6 ലക്ഷം പുരുഷന്മാരിൽ 2 പേരൊഴികെ ബാക്കിയുള്ളവരെല്ലാവരും യോർദാൻ നദിക്ക് അക്കരെ വെച്ച് തന്നെ പൂർണ്ണമായിട്ടും നശിച്ചുപോയി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് ഒരു യുവതലമുറയാണ് ഇപ്പോൾ കനാനിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ കനാനിൽ എത്തിച്ചേർന്നിരിക്കുന്നതായ ഈ യുവതലമുറയ്ക്ക് ഇസ്രായേൽ ജനത്തെ വിടുവിച്ച് കൊണ്ടുവരാൻ തക്കോണം മുഖാന്തിരമായി തീർന്നതായ സാഹചര്യങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ പൂർണ്ണമായിട്ടും അറിയില്ലായിരിക്കാം. അതുകൊണ്ട് യോശുവ ഈ ജനത്തെ, അവരുടെ മൂപ്പന്മാരെയും എല്ലാവരെയും വിളിച്ചു കൂട്ടി അവരോട് ദൈവം അവരെ വിടുവിച്ചു കൊണ്ടുവന്നതായ ആ അവസ്ഥകളെക്കുറിച്ച് പറയുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നിട്ട് കണ്ടെത്തുവാൻ കൊണ്ട് സാധിക്കും. ഇവിടെ യോശുവ പറയുന്നത്, ദൈവമായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുകയാണ്: അവൻ നിങ്ങളുടെ പിതാവായ അബ്രഹാമിനെ അവൻ്റെ പിതാവ് തേരഹ് പാർത്തിരുന്ന സ്ഥലത്ത് നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന് അവൻ വിഗ്രഹ ആരാധിയായിരുന്നു. അങ്ങനെ കൊണ്ടുവന്നതായ അബ്രഹാമിന് ഇസ്ഹാക്കിനെ കൊടുത്തു. ഇസ്ഹാക്കിനെ ദൈവം അനുഗ്രഹിച്ചു. അവന് 2 മക്കളെ കൊടുത്തു. ഏശാവിന് അവന് പ്രത്യേകമായിട്ട് ഹോർ പർവ്വതം അവന് നൽകി. എന്നാൽ യാക്കോബിൻ്റെ സന്തതിയും മിസ്രൈമിലേക്ക് പോയി. അങ്ങനെ കടന്നുപോയതായ മിസ്രൈം ജനം അവിടെ അടിമത്തത്തിൽ പോയി. അടിമത്തത്തിൽ അകപ്പെട്ടതായ ജനത്തെ വിടുവിക്കുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് മോശയെയും അഹരോനെയും തിരഞ്ഞെടുക്കുന്നതായിട്ട് അവിടെ കണ്ടെത്തുവാൻ തക്കവണ്ണം സാധിക്കും. അങ്ങനെ മോശയും അഹരോനെയും തിരഞ്ഞെടുത്തു. അവർ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ദൈവനിർദ്ദേശപ്രകാരം വളരെ അതിശയകരമായ രീതിയിൽ ദൈവത്തിൻ്റെ ജനത്തെ മിസ്രൈമിൽ നിന്നും
വിടുവിച്ചു കൊണ്ടുവരികയാണ്. അവിടെ പറയാണ്, ദൈവമായ കർത്താവ് ഞാൻ മിസ്രൈമിൽ പ്രവർത്തിച്ച പ്രവൃത്തികളാൽ അതിനെ ബാധിച്ചു, അതിന് ശേഷം നിങ്ങളെ പുറപ്പെടുവിച്ചു. അങ്ങനെ ഞാൻ മിസ്രൈമിൽ നിന്ന് നിങ്ങളെ പുറപ്പെടുവിച്ചു കൊണ്ടുവരേണ്ടതിന് അവർക്ക് കഠിനമായ ബാധകൾ അയച്ചു. ആ ബാധകളിൽ അവരെ കഷ്ടപ്പെടുത്തുകയും അവസാനം കടിഞ്ഞൂൽ സംഹാരത്തിലൂടെ ഈ ജനത്തെ ഞാൻ വിടുവിച്ചു കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ വിടുവിച്ചു കൊണ്ടുവന്നതായ ജനത്തെ ചെങ്കടലിൽ വെച്ച് അവരെ അത്ഭുതകരമായിട്ട് ചെങ്കടലിനെ വിഭജിച്ച് അവരെ അക്കരെ കടത്തുകയും മരുഭൂമിയിലേക്ക് കൊണ്ടുവന്ന് അവരെ യാത്ര പുറപ്പെടുവിക്കുകയും ചെയ്തു. അവരെ പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും വഴി നടത്തി. അതിലുപരിയായിട്ട് അവർക്ക് മാറായിലെ വെള്ളത്തെ അത് മധുരമുള്ള പാനീയ ജലമാക്കി മാറ്റി. അവർക്ക് പാറയെ പിളർന്ന് ദാഹജലം നൽകി. മന്നയും കാടപ്പക്ഷിയും അവർക്ക് ആഹാരമായിട്ട് നൽകി. അവർക്ക് എല്ലാവിധമായ സംരക്ഷണങ്ങൾ നൽകിക്കൊണ്ട് അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ നിന്നതായ ആളുകളെ ഒക്കെയും അവരുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് അവർ നശിപ്പിച്ചുകൊണ്ട് അങ്ങനെ ദൈവം അവരെ വഴി നടത്തി കൊണ്ടുവന്നതായ വിവിധങ്ങളായ സാഹചര്യങ്ങളെക്കുറിച്ച് ദൈവം വീണ്ടും ഇസ്രായേൽ ജനങ്ങളെ യോശുവയിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ദൈവത്തിൻ്റെ ജനം അതേ അമോര്യരുടെ ദേശത്ത് വന്നു, അമോര്യരോട് യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിൽ ദൈവത്തിൻ്റെ ജനം ആ ദേശം കൈവശമാക്കി. അവരെ അവരുടെ കയ്യിൽ ആ ദേശത്തെ അവരുടെ അവകാശമാക്കി നൽകി അവർക്ക് കൊടുക്കുവാൻ തക്കോണം ദൈവം ഇടവരുത്തിയെന്നും നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കും. മോവാബ്യ രാജാവായ ബാലാക്ക് ഇസ്രായേൽ ജനങ്ങളെ ശപിക്കുവാൻ തക്കവണ്ണം ബയോരിൻ്റെ മകനായ ബിലോയമിനെ കൊണ്ടുവന്ന് ഇസ്രായേൽ ജനങ്ങളെ ശപിക്കുവാൻ തക്കവണ്ണം തുടങ്ങിയെങ്കിലും അത് ദൈവത്തിന് അനിഷ്ടമായി തോന്നിയതുകൊണ്ട് അതേ ശാപത്തിന് പകരം അവർക്ക് അനുഗ്രഹം നൽകുന്നതായിട്ടും അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കൊണ്ട് സാധിക്കും. ഇതെല്ലാം ദൈവത്തിൻ്റെ അത്ഭുത കരങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നത്. തുടർന്ന് അതേ കഠിനമായ പിറുവിറുപ്പുകളും ഭയങ്കരമായിട്ടുള്ളതായ അതേ നിന്ദകളും അതേ പരീക്ഷകളും ദൈവത്തോട് ഈ ജനം കാട്ടി. എങ്കിലും ദൈവമായ കർത്താവ് അതിനൊക്കെയും പരിഹാരം ചെയ്തുകൊണ്ട് ഈ ഇസ്രായേൽ ജനത്തെ യോർദാൻ നദിക്കരയിൽ കൊണ്ടുവരുന്നതും യോർദാൻ വിഭജിച്ച് അവരെ കനാൻ ദേശത്ത് കൊണ്ടുവരുന്നതുമായ എല്ലാ സംഭവങ്ങളും ഈ ജനത്തോട് സവിസ്തരം യോശുവ പറഞ്ഞു കേൾക്കുന്നതായിട്ട് കണ്ടെത്തുവാൻ തക്കണം സാധിക്കും. ഇവിടെ എരിഹോവിലിനെ തകർത്തു, ഹായി പട്ടണത്തെ അവരുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ ജനം പിന്നെ എരിഹോ നിവാസികൾ അമോരിയർ, പെരിസ്യർ, കനാനിയർ, ഹിത്യർ, ഗിർസസ്യർ, ഹിവ്യർ, യെബൂസിയർ എന്നീ ജനങ്ങളോട് യുദ്ധം ചെയ്യുകയും അവരെ ദൈവം അവരുടെ കരങ്ങളിൽ ഇസ്രായേൽ ജനങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് അതെ അവരെ സംരക്ഷിക്കുകയും ചെയ്തതായിട്ട് കണ്ടെത്തുവാൻ തക്കൊണ്ട് സാധിക്കും. അവർ യുദ്ധത്തിന് വന്നതായ രാജാക്കന്മാരുടെ മുമ്പിൽ ഇസ്രായേലുകളുടെ മുന്നിലായിട്ട് കടന്നലുകളെ അയച്ച് ആ രാജാക്കന്മാരെ അതെ ഓടിക്കുകയും അങ്ങനെ ആ രാജാക്കന്മാരെ അവരുടെ ദേശത്തെയും ഇസ്രായേൽ ജനങ്ങൾക്ക് അതെ പിടിച്ചെടുക്കുവാൻ തക്കവണ്ണം അവരുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ദൈവം അത് ഇതൊക്കെയും ചെയ്തത് ഒരുപക്ഷെ ഇസ്രായേൽ ജനങ്ങളുടെ കഴിവ് കൊണ്ടോ അവരുടെ വാളുകൊണ്ടോ അവൻ്റെ വില്ലുകൊണ്ടോ അവൻ്റെ പ്രയത്നം കൊണ്ടോ അല്ല എന്നും ദൈവം അത്ഭുതകരമായി അവരെ കൊണ്ടുവന്നു എന്നുള്ളതുമാണ്. എന്നാൽ ദൈവം ഇതൊക്കെയും ചെയ്തപ്പോഴും ഈ നന്മകളും അനുഗ്രഹങ്ങളൊക്കെയും പകർന്നപ്പോഴും ഇസ്രായേൽ ജനം നന്ദിയില്ലാത്തവരും പിറുപിറുക്കുന്നവരും
ദുശാഠ്യമുള്ളവരും അതെ ദൈവത്തെ പരീക്ഷിക്കുന്നവരുമായി തീർന്നു എന്ന് നമുക്ക് കണ്ടെത്തുവാൻ തക്കവണ്ണം സാധിക്കും. അങ്ങനെയുള്ളതായ ജനത്തിൻ്റെ അടുത്ത തലമുറയെ, പിൻതലമുറയെ ഇപ്പോൾ കനാനിൽ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. കനാനിൽ ഇപ്പോൾ അവർ അനുഭവിക്കുന്ന നന്മ എന്ന് പറയപ്പെടുന്നത് അത് യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നിങ്ങൾ പ്രയത്നം ചെയ്യാത്ത ദേശവും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും ഞാൻ നിങ്ങൾക്ക് തന്നു. നിങ്ങൾ അവയിൽ പാർക്കുന്നു. നിങ്ങൾ നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടവും ഒലിവ് തോട്ടങ്ങളും നിങ്ങൾക്ക് അനുഭവമായിരിക്കുന്നു. ആകയാൽ യോശുവ പറയുകയാണ്, ആകയാൽ നിങ്ങൾ യഹോവയെ ഭയപ്പെട്ട് അവനെ പരമാർത്ഥതയോടും വിശ്വസ്തരും കൂടെ സേവിപ്പിൻ എന്നാണ്. നേരത്തെ ഞാൻ ഓർമ്മിപ്പിച്ചുവല്ലോ, ഇസ്രായേൽ ജനങ്ങളെ മിസ്രയീമിൽ നിന്നും വിടുവിച്ചു കൊണ്ടുവന്നതായ വലിയവനായ ദൈവത്തിൻ്റെ അത്ഭുത കരങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ കനാനിൽ താമസിക്കുന്നതായ യുവതലമുറയ്ക്ക് അറിയില്ലായിരിക്കാം. അതുകൊണ്ടാണ് ഈ യോശുവ മുഖാന്തരം ഇവയൊക്കെയും അവരെ ഓർമ്മപ്പെടുത്തണം എന്ന് യഹോവയെ ദൈവം ആഗ്രഹിച്ചത്. ഒരുപക്ഷെ ഇത് അറിയിക്കാതെ ഈ തലമുറ ദൈവത്തിന് അനിഷ്ടമായി പെരുമാറുകയും ദൈവത്തെ നിന്ദിക്കുകയും തള്ളിക്കളയുകയും ചെയ്താൽ തീർച്ചയായിട്ടും വലിയ ദൈവകോപത്തിനും മഹാപാപത്തിനും ഇടയായിത്തീരുമെന്നുള്ളത് കൊണ്ട് അവരെ ദൈവമായ കർത്താവ് ആ സാഹചര്യങ്ങളെക്കുറിച്ച് മുന്നറിയിക്കുകയാണ്. അതുകൊണ്ട് യോശുവ പറയുന്നു, ഇപ്രകാരം നമ്മുടെ പിതാക്കന്മാരെ സംരക്ഷിക്കുകയും ദൈവത്തിൻ്റെ അത്ഭുത കരങ്ങൾ കൊണ്ട് അവൻ്റെ ശക്തിയേറിയ ഭുജം കൊണ്ട് നമ്മെ വിടുവിച്ച് ഇവിടെ കൊണ്ടുവന്നിരിക്കയാൽ നമ്മൾ ദൈവത്തെ ഭയപ്പെട്ട് അവനെ പരമാർത്ഥയോടും വിശ്വസ്തയോടും കൂടെ സേവിക്കണമെന്നാണ്. നിങ്ങളുടെ പിതാക്കന്മാർ നദിക്കക്കരെയും മിസ്രയീമിലും വെച്ച് സേവിച്ച ദേവന്മാരെ ഉപേക്ഷിക്കുകയും യഹോവയെ തന്നെ സേവിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് അടുത്ത നിർദ്ദേശം. നമ്മെ വിടുവിച്ചു കൊണ്ടുവന്നതായ യഹോവയെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടി സേവിക്കണം. അങ്ങനെ സേവിക്കുമ്പോൾ നമ്മുടെ പിതാക്കന്മാർ യോർദാൻ അക്കരെ വെച്ച് സേവിച്ചതും അവർ വണങ്ങിയതുമായ ദൈവങ്ങൾ, അത് മിസ്രയീമിൽ വെച്ച് സേവിച്ചതായ ദൈവങ്ങൾ, ഇവയൊക്കെയും നമ്മൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെയോ അമോന്യരുടെയോ ദേവന്മാരെ നിങ്ങൾ സേവിക്കരുത് എന്നാണ് ഇവിടെ യോശുവ ഇസ്രായേൽ ജനങ്ങളോട് ആവശ്യപ്പെടുന്നത്. എൻ്റെ 15-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ പറഞ്ഞ്, യഹോവയെ സേവിക്കുന്നത് നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കും എന്ന് ഇന്ന് തിരഞ്ഞെടുത്തു കൊള്ളുവിൻ എന്ന് പറയുന്നു. ഒന്നിൽ നിങ്ങൾ യഹോവയെ സേവിക്കണം. നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ചതും അവർ വണങ്ങിയതുമായ ദേവന്മാരെ നിങ്ങൾ എന്നേക്കുമായി പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കപ്പെടണം. നിങ്ങൾക്ക് നിങ്ങളുടെ പിതാക്കന്മാർ ദൈവത്തോട് ലംഘനം ചെയ്തുകൊണ്ട്, ദൈവത്തോട് മർദ്ദലിച്ചുകൊണ്ട്, മത്സരിച്ചുകൊണ്ട് സേവിച്ചതായ ആ ദേവന്മാരെ ഉപേക്ഷിക്കുവാനും നിങ്ങളെ വിടുവിച്ചു കൊണ്ടുവന്നതായ അത്ഭുതവാനായ ദൈവത്തെ നിങ്ങൾക്ക് സേവിക്കുവാനും തക്കവണ്ണം മനസ്സില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ചു വന്ന ദേവന്മാരെയോ അതല്ല ഇവിടെ അമോന്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കും എന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തു കൊള്ളണം. എന്നാൽ യോശുവ തൻ്റെ തീരുമാനം ജനത്തിന് മുമ്പേ അറിയിക്കുകയാണ്. എന്നാൽ ഞാനും എൻ്റെ കുടുംബവുമോ യഹോവയെ സേവിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ജനം എല്ലാവരും പറയുകയാണ്. അതിന് ജനം ഉത്തരം പറഞ്ഞത്,
അതിന് ജനം ഉത്തരം പറഞ്ഞത്, യഹോവയെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളെ സേവിപ്പാൻ ഞങ്ങൾക്ക് സംഗതി വരരുതേ. ഞങ്ങളെയും ഞങ്ങളുടെ പിതാക്കന്മാരെ അടിമപ്പെടായ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ച് ഞങ്ങൾ കാണുകയും ആ വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും ഞങ്ങൾ നടന്ന എല്ലാ വഴിയിലും ഞങ്ങൾ കടന്നു പോകുന്ന സകല വഴികളിലും ജാതികളുടെ ഇടയിലും ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്തവൻ ഞങ്ങളുടെ ദൈവമായ യഹോവ തന്നെയല്ലോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് യഹോവ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് ഞങ്ങളെ നീക്കിക്കളയാതിരിക്കാൻ ഞങ്ങൾ പൂർണ്ണമായിട്ടും ദൈവത്തെ സേവിക്കും എന്നുള്ളതായൊരു തീരുമാനം അവർ കൈക്കൊള്ളുകയാണ്. അത് വീണ്ടും യോശുവ ജനത്തോട് പറഞ്ഞ്, നിങ്ങൾക്ക് യഹോവയെ സേവിപ്പാൻ കഴിയുന്നതല്ല. അവൻ പരിശുദ്ധ ദൈവം, അവൻ തീഷ്ണതയുള്ള ദൈവം, അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെയും പാപങ്ങളെയും ക്ഷമിക്കുകയില്ല. നിങ്ങൾ യഹോവയെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളെ സേവിച്ചാൽ മുമ്പേ നിങ്ങൾക്ക് ചെയ്തതായ സകല നന്മകൾക്കും ഉപരിയായി നിങ്ങൾക്ക് തിന്മകളെ വരുത്തുകയും ചെയ്യും എന്ന് മോശ ജനത്തെ അറിയിക്കുകയാണ്. യോശുവ ദൈവത്തോട് അറിയിക്കുകയാണ്, ജനത്തോട് അറിയിക്കുകയാണ്, നിങ്ങൾ യഹോവയെ തന്നെ സേവിക്കും എന്ന് ജനം യോശുവയോട് അറിയിക്കുന്നു. അങ്ങനെ യോശുവ ജനത്തോട്, യഹോവയെ സേവിക്കണം, നിങ്ങൾ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നതിന് നിങ്ങൾ തന്നെ സാക്ഷികൾ എന്ന് പറഞ്ഞു. അതെ, ഞങ്ങൾ തന്നെ സാക്ഷികൾ എന്ന് അവർ പറയുകയും അപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള അന്യദൈവങ്ങളെ നീക്കിക്കളയുവാൻ തക്കവണ്ണം യോശുവ ഈ ജനത്തോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ വലിയൊരു തീരുമാനം, നല്ലൊരു തീരുമാനത്തിൽ എത്തിച്ചേരുവാൻ തക്കവണ്ണം ഇവിടെ ദൈവമായ കർത്താവ് ഈ ശേഖമിൽ പാർക്കുന്ന ഇസ്രായേൽ ജനങ്ങൾക്ക് ഒരു അവസരം നൽകി. എന്നാൽ ഈ ജനം ദൈവത്തെ അനുസരിക്കുകയില്ല എന്നും അവർ അന്യദൈവന്മാരുടെ അടുക്കലേക്ക് പോകുമെന്നും പരസംഗം ചെയ്യുമെന്നും ദൈവമായ കർത്താവ് മുൻകൂട്ടി അറിയിക്കുകയും അത് യോശുവയെയും മറ്റു നേതാക്കളെയും മുൻകൂട്ടി അറിയിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ ജനം എടുത്ത തീരുമാനപ്രകാരം അവിടെ അവർ പാർക്കുകയും അങ്ങനെ യോശുവ അന്ന് ജനവുമായി ഒരു നിയമം ചെയ്യുകയും അവർ ശേഖമിൽ വെച്ച് ഒരു ചട്ടവും പ്രമാണവും നിശ്ചയിക്കുകയും ചെയ്തു. ആ ശേഖമിൽ അവർ പട്ടണങ്ങളുണ്ടാക്കി അവിടെ താമസിച്ചുകൊണ്ട് നന്മകളെ അനുഭവിക്കുവാൻ ഇടവരുത്തി. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഇസ്രായേൽ ജനങ്ങളെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്നതായ ആ ദൈവം, അത്ഭുതവാനായ ദൈവം, കനാനിൽ അവർക്ക് അവരുടെ പൂർവ്വപിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത ആ പാലും തേനും ഒഴുകുന്നതായ കനാൻ ദേശത്തിൽ അവരെ വളരെ സമാധാനത്തോടെ പാർക്കുവാൻ തക്കോണം ഇടവരുത്തി എന്നുള്ളതാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, നാം ഇപ്രകാരം ഒരു യാത്രയിലാണ്. ക്രിസ്ത്യാനികളായിരിക്കുന്നതായി നാം ഓരോരുത്തരും ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുകയാണ്. നമുക്ക് വേണ്ടി ഒരു സ്വർഗീയ കനാൻ ഒരുക്കപ്പെട്ടിരിക്കുകയാണ്. ആ സ്വർഗത്തിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം നാം യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലൊരു പുതിയൊരു തീരുമാനം ആവശ്യമായിരിക്കുകയാണ്. നമുക്കൊരു തിരഞ്ഞെടുപ്പ് ആവശ്യമായിരിക്കുകയാണ്. ഇന്ന് ലോകത്തിൽ നാം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോകമാകുന്ന ജഡിക ജീവിതത്തിലും ആഡംബരങ്ങളിലും ആഡംബര മോഹങ്ങളിലും ഇഷ്ടപ്പെട്ടുകൊണ്ട് അതിലാകൃഷ്ടരായി ദൈവഹിതത്തിന് വിപരീതമായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മോട് ദൈവം പറയുന്നു, നീ ലോകത്തെ സ്നേഹിക്കുന്നുവോ അതോ എന്നെ സ്നേഹിക്കുന്നുവോ എന്നുള്ളതാണ്. നമ്മെ സംരക്ഷിക്കുകയും നമ്മെ നിലനിർത്തുകയും പോറ്റിപ്പുലർത്തുകയും ചെയ്യുന്ന ഒരു ദൈവത്തെ നമുക്ക് തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം കഴിയുമോ? അതല്ല ഈ ലോകത്തിലെ പ്രപഞ്ചമോഹങ്ങളിലേക്ക്, ഈ ലോകപരമായ ആഡംബര ജീവിതങ്ങളിലേക്ക്, പാപമംഗിലമായ അവസ്ഥയിലേക്ക് നമ്മെ നയിക്കുന്നതായ ആ സാത്താനെ നാം സേവിക്കണമോ? നമ്മൾ ആരെ സേവിക്കും? ദൈവത്തെയോ അതോ മാമോനെയോ നമ്മൾ സേവിക്കും? ഈ ലോകത്തെയോ ക്രിസ്തുവിനെയോ നാം സേവിക്കും? നമുക്കൊരു തിരഞ്ഞെടുപ്പിൻ്റെ ആവശ്യമാണ്. ഒരു പൂർണ്ണമായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടാകേണ്ടതിന് ഈ അവസരം നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുകയാണ്.
അതുകൊണ്ട് കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നാം കടന്നു വന്നതായ വഴികളെക്കുറിച്ച് ഓർമ്മിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. ദൈവം നമ്മെ നിലനിർത്തിയിരിക്കുന്നതായ സാഹചര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ സമയം നമ്മൾ പൂർണ്ണമായിട്ടും വ്യക്തമായിട്ടുള്ളൊരു തീരുമാനം എടുക്കേണ്ടിയിരിക്കുന്നു. നാം ആരെ സേവിക്കും? ഇന്ന് യോശുവ പറഞ്ഞതുപോലെ യോശുവയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ആ ഒരു തീരുമാനം കൈക്കൊള്ളുവാൻ തക്കണം നമുക്ക് സാധ്യമാകുമോ? ഒരുപക്ഷെ ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞ് ജീവിക്കുന്നതായ നാം ലവോദിക്യ സഭയുടെ അനുഭവത്തിൽ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ലാത്ത ഒരു ജീവിതമാണ് നയിച്ചുകൊണ്ട് പോകുന്നതെങ്കിൽ നമ്മെ എന്നേക്കുമായിട്ട് നിത്യമായിട്ട് ഉമിണ്ണ് കളയുന്ന, നമ്മെ തുപ്പിക്കളയുന്ന ഒരവസ്ഥ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിച്ചു പോകരുത്. നമ്മെ ദൈവം തള്ളിക്കളയുവാൻ തക്കണം ആഗ്രഹിക്കുന്നു. അത് അവൻ നമ്മെ സ്വീകരിച്ചുകൊണ്ട് നിത്യമായ ഒരു രാജ്യത്തിലേക്ക്, ആ സ്വർഗീയ ഭവനത്തിലേക്ക് നമ്മെ എത്തിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നുവോ? ആ സ്വർഗീയ ഭവനത്തിലേക്ക് നമുക്ക് കടന്നു പോകുവാൻ തക്കവണ്ണം നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സ്വർഗത്തിൻ്റെ അധിപതിയായിരിക്കുന്ന ആ കർത്താവിനെ, നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന കർത്താവ് യേശു ക്രിസ്തുവിനെ നമുക്ക് സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് അവനെ മാത്രം ഞാൻ സേവിച്ച് ജീവിക്കും എന്നുള്ളൊരു തീരുമാനമെടുക്കുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ ലോകത്തിൽ എന്തൊക്കെ പ്രലോഭനങ്ങളുണ്ടായാലും, എന്തൊക്കെ പ്രതിസന്ധികളുണ്ടായിരുന്നാലും, എന്തൊക്കെ പരീക്ഷകളും ശോധനകളും നേരിടേണ്ടി വന്നിരുന്നാലും ഒരു കാരണവശാലും ഞാൻ കുലുങ്ങുകയോ എൻ്റെ ദൈവമായ കർത്താവിനെ ഉപേക്ഷിക്കുകയോ ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും ജീവനുള്ള കാലം എൻ്റെ യേശുവിനെ സേവിച്ചുകൊണ്ട് ജീവിക്കുമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് നമുക്ക് കടന്നു പോകാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായിരിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു. നികട്ടതായ തിരുവചന സത്യത്തിനായിട്ട് സ്തുതിക്കുന്നു. ഇസ്രായേൽ ജനം ഒരു തീരുമാനമെടുത്തതുപോലെ ഇന്നും ഞങ്ങളൊരു തീരുമാനം എടുക്കുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് ഞങ്ങളെ സഹായിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. ജീവനുള്ള കാലം വരെ ഞങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവായ ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് അവനെ മാത്രം സേവിച്ചുകൊണ്ട് ഞങ്ങൾ ജീവിക്കും എന്ന് തീരുമാനിച്ചിരിക്കുന്നതായ നിന്റെ കുഞ്ഞുങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. അവരെ അവിടുത്തെ സന്നിധിയിൽ നിലനിർത്തുമാറാക്കണം. മാനവ മഹത്വം കൊടുക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.